സോ ഇത് കോളേജ് ദോസിൻ്റെ കോളേജ് പ്രഡിക്റ്ററാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കീമിൻ്റെ റാങ്കും കാറ്റഗറിയും എല്ലാം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രഡിക്റ്റഡ് ആയിട്ടുള്ള കോളേജസും പിന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ലിസ്റ്റ് കിട്ടും. ഇതൊരു പ്രഡിക്റ്റഡ് ആണ്. സോ നിങ്ങൾ മാക്സിമം ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൻ്റെ ഒരു അനലൈസിസ് കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരെയാ 18/7, അതായത് നാളെ ഒരു 4 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ഐ തിങ്ക് ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് എപ്പോഴും വരാറുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് ഞാനും പ്രതീക്ഷിക്കുന്നു എന്തായാലും വരുമെന്ന്. സോ യെസ്, അപ്പൊ അതാണ്. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ റാങ്ക്, അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിരിക്കണം. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഓക്കെ, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. സോ മെയിൻ ആയിട്ട് പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ട കോളേജസ് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം വെക്കണം. വേണ്ട കോളേജസ് ഒരിക്കലും എന്താവരുത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ തിരുവല്ല, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയം. ഓക്കെ, അങ്ങനെ വരുക. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ കോട്ടയത്തിന് കുറച്ചുകൂടി നല്ല റാങ്ക് വേണം. എന്തിന്, കല്ലൂപ്പാറേനെക്കാട്ടും എന്ത് വേണം, കുറച്ചുകൂടി നല്ല റാങ്ക് വേണം. അപ്പൊ നമുക്ക് ആ റാങ്ക് ഇല്ല. ഇപ്പം ഒരു 40K കിട്ടിയ ഒരാൾക്ക് കിടങ്ങൂരിന്റെ റാങ്ക് എന്താണ്, 38Kയും കല്ലൂപ്പാറയുടെ റാങ്ക് 42Kയുമാ. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഞാൻ ഈ കല്ലൂപ്പാറ കഴിഞ്ഞ് കിടങ്ങൂര് വെക്കുമ്പോ ഇവർ ഈ ലാസ്റ്റ് ആദ്യം നോക്കുന്നത്, ആദ്യം ഇവർ ഈ ലാസ്റ്റ് കോളേജസ് നോക്കും. അതിൽ ഓക്കെ പ്രൊവിഡൻസ് കിട്ടുമോ, ആ കിട്ടും, പ്രൊവിഡൻസ് ഇത് കിട്ടും, ചേർത്തല കിട്ടും, കരുനാഗപ്പള്ളി കിട്ടും, അടൂര് കിട്ടും, ആറ്റിങ്ങൽ കിട്ടും, തൃശ്ശൂര് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരും കൊണ്ട് നിൽക്കുക. അത് നിൽക്കുവാണ്, അതിൽ കയറാൻ പറ്റുന്നില്ല നമുക്ക് ബാക്കി. അപ്പൊ ഈ ആറ്റിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം എങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇത് ഓക്കെ, കല്ലൂപ്പാറയും അടൂറും എടുക്കുമ്പോഴത്തേക്കും ഓക്കെ, എനിക്ക് അടൂരിന് എന്താണ്, അടൂരിന്റെ റാങ്ക് എന്തോ അറൌണ്ട് ഒരു 38K ആണ് വരുന്നത്. അടൂരിന്റെ റാങ്ക്, കല്ലൂപ്പാറയുടെ റാങ്ക് എറൗണ്ട് എന്താണ് വരുന്നത്, 40K സംതിങ്. അപ്പൊ ഞാൻ വെക്കുന്ന എങ്ങനെയാ, ഇത് അടൂരിന് നല്ല റാങ്ക് വേണം, പക്ഷെ കല്ലൂപ്പാറയ്ക്ക് അതിലും കുറവ് റാങ്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ നമുക്കിപ്പോ അതായത് കല്ലൂപ്പാറ കിട്ടിയാലും പ്രശ്നമില്ല എന്നുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ, നിങ്ങൾ ഈ അടൂരിന് മേളിൽ കല്ലൂപ്പാറ വെച്ചാലുള്ള പ്രശ്നം എന്താ, അടൂര് കൊണ്ട് നിൽക്കുക. അതായത് നിങ്ങൾക്ക് കേറാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ആ റാങ്ക് അനുസരിച്ച് നമുക്ക് എത്ര കോളേജസ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കയറാൻ പറ്റും എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതനുസരിച്ച് വേണം കോളേജസ് വെക്കാൻ. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കയറുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ തവണയും ഒരേപോലെ ആവണം എന്നില്ല. ഗവൺമെന്റ് കോളേജസിന്റെ റാങ്ക് എപ്പോഴും സെയിം രീതിയായിരിക്കും. പക്ഷെ IHRDയും പ്രൈവറ്റ് കോളേജസിന്റെ റാങ്ക്സ് ഒക്കെ എപ്പോഴും വേരി ചെയ്യും. അത് ഡിപ്പെൻഡ് ചെയ്യും അവരുടെ കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം, അതൊക്കെ വെച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് വേണം അലോട്ട്മെന്റ് കൊടുക്കാൻ. അപ്പൊ നല്ല റാങ്ക്, അതായത് നമുക്കിപ്പോ താഴെയുള്ള നമ്മൾ കൊടുക്കുന്ന കോളേജസിനൊക്കെ ഓക്കെ അത്യാവശ്യം നമുക്ക് കിട്ടണം. നമ്മൾ കയറി 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 പോണം, അങ്ങനെ വിചാരിച്ച് വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂറിന്റെ തൊട്ട് മേളില് എന്ത് കൊടുക്കുവാണ്, അതായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരോ കോഴിക്കോടോ കൊടുക്കുമെന്ന് വിചാരിക്കുക, കേറാൻ പോകുന്നില്ല നിങ്ങൾക്ക്. അപ്പൊ അത്രയും റാങ്ക് കുറവുള്ള ഒരാൾക്ക് ഒരിക്കലും കേറത്തില്ല മുന്നോട്ട്. വേറെ നിങ്ങൾക്ക് വേണ്ട കോളേജസ് അല്ലെങ്കിൽ IHRD കോളേജസ് ഉണ്ടെങ്കിൽ കേറത്തില്ല. സോ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാൻ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മാക്സിമം കോളേജ് കൊടുക്കുക. പിന്നെ കൊടുക്കുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കണം. അതായത് ഞാൻ പറയട്ടെ, പ്രൈവറ്റ് കോളേജിൽ വരുന്നതെന്ന് വെച്ചാൽ ഫീസ് റിഡക്ഷൻ അല്ല വരുന്നത്, ഡിപ്പോസിറ്റ് കൊടുക്കണ്ട എന്നതാണ് പ്രൈവറ്റ് കോളേജസിൽ വരുന്നത്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ടോട്ടൽ ഒരു 46 കോളേജസ് ആണ് ഞാനിപ്പോ ഇതിൽ സെലക്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോളേജസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, നല്ല റാങ്ക്, അതായത് നിങ്ങൾക്ക് കിട്ടാവുന്ന റാങ്ക് ഉള്ളത് താഴെ എപ്പോഴും വെക്കണം. ഇതെല്ലാം ഓർഡറിൽ തന്നെ വെക്കണം. ഗവൺമെന്റ് കോളേജ്, IHRD കോളേജ് ആൻഡ് പ്രൈവറ്റ് കോളേജ്. ഇതിൽ പ്രൈവറ്റിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ കാശ് കുറവ് അല്ലെങ്കിൽ ക്യാഷ് കുറവോ ഒന്നും വരത്തില്ല. അപ്പൊ ഇതിനകത്ത് ഇവർ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസാണ് ഇത്, അല്ലാതെ ഒരു വർഷത്തെ അല്ല കേട്ടോ. ഡിപ്പോസിറ്റ് നില്ലായിട്ടുള്ള കോളേജസ് ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം എങ്ങാനും ആ കോളേജ് കിട്ടി നിങ്ങൾ ആ ഫണ്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു കോഴ്സ് ഫീ ആദ്യം അടക്കേണ്ടി വരും. പിന്നെയുള്ള ഗവൺമെന്റ് കോളേജസ് പിന്നെ ആയിരിക്കും. ഐ തിങ്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ആവുകയോ നമ്മൾ അവിടെ നിന്ന് എടുക്കുകയോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
സൂക്ഷിച്ചും 2 തവണ വെരിഫൈ ചെയ്തിട്ട് വേണം ഇത് ഫുള്ള് ക്ലോസ് ചെയ്യാൻ. അല്ലാതെ ഇപ്പം ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഒന്നുകൂടിയും നിങ്ങൾ റീവാലുവേറ്റ് ചെയ്യണം, റീവാലിഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് കോളേജസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഒരിക്കലും എന്താണ് ഇപ്പം ഈ ഒരു ചേർത്തലേനെക്കാട്ടും ലാസ്റ്റ് റാങ്ക് കുറവുള്ളതായിരിക്കണം എന്റെ താഴെ കിടക്കുന്ന പ്രോവിഡൻസ്. അല്ലെങ്കിൽ എനിക്ക് മുകളിലോട്ട് പോകത്തില്ല, ഞാൻ ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. ഇവിടെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് TKM കൊടുത്ത മേളിൽ പോയില്ല, കാരണം ഇവർ ഈ താഴെ നിന്നാ തോന്നുന്നു തുടങ്ങുന്നത്. ഓക്കെ ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും, ഇവിടെ കൊണ്ട് നിൽക്കുവാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, പിന്നെ ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും സെക്കൻഡ് അലോട്ട്മെന്റ്. അപ്പൊ ഇവിടെ ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് തൃശ്ശൂർ കൊടുത്ത എന്താ അവിടെ തന്നെ നിൽക്കും, മേളത്തെ ഒന്നും പോകത്തില്ല. മനസ്സിലായല്ലോ? അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു പുതിയൊരു ടെലിഗ്രാം ചാനൽ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ താഴെ കൊടുത്തില്ലെങ്കിലും ഞാനൊരു നമ്മുടെ യൂട്യൂബിന്റെ പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. യെസ്, അപ്പൊ അത്രേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ പോസ്റ്റ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു.